വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. സഹകരണ വിഷയത്തിൽ സർവകക്ഷി സംഘം ദില്ലിക്ക് പോകുമെന്ന് ഒപ്പം പ്രധാനമന്ത്രിയെയും ധനകാര്യമന്ത്രിയെയും സർവകക്ഷി സംഘം കാണും. സർവകക്ഷി യോഗത്തിലാണ് തീരുമാനം. യോഗത്തിൽ നിന്നും BJP ഇറങ്ങിപ്പോയി. വിവരങ്ങളുമായി സുനിൽ അരമാനൂർ ചേരുകയാണ്. സുനിൽ, ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന ഉള്ളാരം തന്നെയാണോ യോഗത്തിൽ ഉയർന്നത്? മറ്റു വിവരങ്ങൾ കൂടി. അഞ്ജു, സഹകരണ മേഖലയിലെ നിലവിലെ പ്രതിസംബന്ധിച്ച കാര്യങ്ങൾ ചർച്ച ചെയ്യാനും തുടർ നടപടികൾ സ്വീകരിക്കാനുമാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ സർവകക്ഷി യോഗം ചേർന്നത്. ഈ യോഗത്തിനകത്ത് നിന്ന് BJP ഇറങ്ങിപ്പോവുകയായിരുന്നു. BJP തങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് യോഗത്തിൽ സ്വീകരിച്ചത്. RBIയുടെ നിയന്ത്രണത്തിൽ എന്തുകൊണ്ട് സംസ്ഥാനത്തെ സഹകരണ ബാങ്കുകൾ പ്രവർത്തിച്ചുകൂടാ എന്ന നിലപാടാണ് BJP ചോദിച്ചത്. ഇതിന് വളരെ വ്യക്തമായി തന്നെ മുഖ്യമന്ത്രിയും സഹകരണ മന്ത്രിയും ഒക്കെ മറുപടി പറഞ്ഞെങ്കിലും അതിനോട് യോജിക്കാതെ യോഗത്തിനകത്തുണ്ടായിരുന്ന പൊതുവികാരത്തോട് പോലും യോജിക്കാതെ ഇറങ്ങിപ്പോകുന്ന ഒരു സ്ഥിതിയാണ് BJP സ്വീകരിച്ചത്. സർവകക്ഷി യോഗത്തിലെ തീരുമാനങ്ങൾ മുഖ്യമന്ത്രി വിശദീകരിക്കുകയുണ്ടായി. അതിൽ ഒന്നാമത്തെ തീരുമാനം, എന്ത് പ്രശ്നമുണ്ടായാലും സഹകരണ മേഖലയെ നിലനിർത്താൻ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി മുന്നോട്ട് പോകും എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത്. അതോടൊപ്പം ഇന്നത്തെ യോഗത്തിൽ ഉയർന്നു വന്ന ഒരു പൊതുവികാരമുണ്ട്. അത് സഹകരണ മേഖലയിലെ പ്രശ്നങ്ങൾ ഒരുമിച്ച് നിന്ന് നേരിടണം എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒരുമിച്ച് മുന്നോട്ട് പോകും. UDF കക്ഷി നേതാക്കളെല്ലാം ഇക്കാര്യത്തിൽ അത്തരത്തിലുള്ള ഒരു ഉറപ്പ് സർക്കാരിന് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള നിലപാടുകളുമായി മുന്നോട്ട് പോകുമെന്നും മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കുകയുണ്ടായി. ഒരു സർവകക്ഷി സംഘം കേന്ദ്ര ധനമന്ത്രിയെയും പ്രധാനമന്ത്രിയെയും കാണാനായി പോകാനായി തീരുമാനിച്ചിട്ടുണ്ട്. ഇത് എന്നത്തേക്കാണ് എന്നുള്ള സംബന്ധിച്ച് നാളെ നിയമസഭ സമ്മേളിക്കുന്നുണ്ട്. പ്രത്യേക നിയമസഭാ സമ്മേളനമാണ് നാളെ ചേരുന്നത്. ഈ വിഷയത്തിൽ സഹകരണ മേഖലയിലെ വിഷയം ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് യോഗം ചേരുന്നത്. അതിനുശേഷമായിരിക്കും ആരൊക്കെയാണ് പോകേണ്ടത്, എന്നാണ് പോകേണ്ടത് എന്നുള്ളത് സംബന്ധിച്ച് തീരുമാനം ഉണ്ടാവുക എന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ശരി, വ്യക്തമാണ്. സുനിൽ അരമാനൂരാണ് വിവരങ്ങൾ നൽകിയത്. സർവകക്ഷി യോഗത്തിന് ശേഷമുള്ള മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തിലേക്ക്. ഒരു തരത്തിലും വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റില്ല. സഹകരണ മേഖലക്ക് ഇവിടെ തുറന്നും പ്രവർത്തിക്കാനാവണം. അതിനാവശ്യമായ സാഹചര്യം ഒരുക്കിക്കിട്ടണം. നാളെ നിയമസഭയിൽ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യും. അത് പൊതുവായി വന്ന വികാരം ഒന്നിച്ച് നമുക്ക് ഈ കാര്യത്തിൽ നീങ്ങാനാവണമെന്നുള്ളതാണ്. ഒരു അഖിലകക്ഷി നിവേദക സംഘം ഡൽഹിയിലേക്ക് പോകണം എന്നതും നമ്മൾ കണ്ടിട്ടുണ്ട്. സഹകരണ ബാങ്ക് സമര വിഷയത്തിൽ UDFൽ പൊട്ടിത്തെറി. LDFുമായി യോജിച്ച് പ്രക്ഷോഭത്തിനിറങ്ങണമെന്ന കോൺഗ്രസിലെ ഒരു വിഭാഗവും മുസ്ലിം ലീഗും UDF യോഗത്തിൽ നിലപാടെടുത്തു. LDFുമായി യോജിച്ച് പ്രക്ഷോഭത്തിനിറങ്ങാൻ UDFൽ ധാരണയെന്ന് ചെന്നിത്തല യോഗശേഷം മാധ്യമങ്ങളെ അറിയിച്ചു. എന്നാൽ സംയുക്ത സമരം എന്ന പൊതുധാരണയെ തള്ളി സുധീരൻ രംഗത്ത് വന്നു. LDFുമായി ഒരുമിച്ച് സമരം വേണ്ടെന്ന KPCC അധ്യക്ഷൻ VM സുധീരന്റെ നിലപാടിനെ രാവിലെ ചേർന്ന UDF യോഗം തള്ളിയിരുന്നു. സുധീരന്റെ നിലപാടിനെ യോഗത്തിൽ മുസ്ലിം ലീഗ് വിമർശിച്ചു. KPCC അധ്യക്ഷൻ അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കരുതെന്നായിരുന്നു വിമർശനം. ഒരുമിച്ച് സമരമെന്ന തീരുമാനം പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളെ അറിയിച്ചു. അഖിലകക്ഷി നിവേദക സംഘം ഡൽഹിയിൽ പോയി കേന്ദ്ര ഗവൺമെന്റിനെ കണ്ട ശേഷവും പരിഹാരമുണ്ടാകുന്നില്ല എങ്കിൽ കേരളം ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകും. LDFുമായി ഒരുമിച്ച് സമരമെന്നാണോ ഉദ്ദേശിച്ചെന്ന ചോദ്യത്തിന് വ്യക്തമായ മറുപടി. അല്ല, ഇത് രാമായണം മുഴുവൻ വായിച്ചിട്ട് സീത ആരാന്ന് ചോദിക്കുന്നത് എന്തിനാ? ഇതിനു പിന്നാലെയാണ് സംയുക്ത സമരം തീരുമാനിച്ചിട്ടില്ലെന്ന പരസ്യ പ്രതികരണവുമായി സുധീരൻ രംഗത്തെത്തിയത്. മറ്റു രീതിയിൽ വന്നു എന്നോ ഒരു തരത്തിലുള്ള വാർത്തകൾക്കും യാതൊരു അടിസ്ഥാനവുമില്ല. ഞാൻ പറഞ്ഞതിൽ വ്യത്യസ്തമായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചോളൂ. സുധീരന്റെ പ്രതികരണത്തിൽ ഘടകകക്ഷി നേതാക്കൾ അസ്വസ്ഥരാണ്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സഹകരണ സമര വിഷയത്തിൽ VM സുധീരന്റെ നിലപാടുകൾക്കെതിരെ ഒരു വിഭാഗം നേതാക്കളുടെ പരാതി ഹൈക്കമാൻഡിന്. സംസ്ഥാന നേതൃത്വത്തെ രൂക്ഷമായി വിമർശിച്ച് K മുരളീധരൻ രംഗത്തെത്തി. സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാടുകളിൽ പ്രതിഷേധിച്ച് VD സതീശൻ UDF യോഗത്തിൽ നിന്ന് വിട്ടുനിന്നു. പാർട്ടിയിൽ അച്ചടക്കം പാലിക്കാൻ രാഷ്ട്രീയകാര്യ സമിതി ഹൈക്കമാൻഡ് നിയോഗിച്ചതിനു ശേഷവും സംസ്ഥാന നേതൃത്വത്തിൽ ചർച്ചകളില്ലെന്നാണ് ഒരു വിഭാഗം നേതാക്കളുടെ പരാതി. സഹകരണ ബാങ്കുകളുടെ പ്രതിസന്ധിയിൽ ചർച്ച നടക്കാത്തതിൽ രൂക്ഷ വിമർശനമുയർത്തി K മുരളീധരൻ രംഗത്തെത്തി. സമരത്തിനോട് യോജിപ്പുണ്ടെങ്കിലും അതേത് രീതിയിൽ നടത്തണം എന്നുള്ളതിനെക്കുറിച്ച് ആദ്യം ഹൈപ്പവർ കമ്മിറ്റി ചർച്ച ചെയ്യണം. ഒരിക്കലും UDFൽ അഭിപ്രായ ഭിന്നത ഉണ്ടാവരുത്. ഈ കാര്യത്തിൽ KPCC നേതൃത്വം ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിരുന്നു. ഇത്രയും വിഷയം വന്നിട്ട് ഹൈപ്പവർ കമ്മിറ്റി കൂടിയിരുന്നില്ല. അത് കൂടിയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് പരസ്യമായിട്ട് അഭിപ്രായം പറയേണ്ടി വരില്ലായിരുന്നു.
ഇന്നത്തെ സാഹചര്യത്തിൽ പാർട്ടിയും UDF-ഉം ഒറ്റക്കെട്ടായി മുന്നോട്ട് നീങ്ങേണ്ടതാണ്. ഇനി ഹൈപ്പവർ കമ്മിറ്റി അറിഞ്ഞുകൊണ്ട് മാത്രമേ പാർട്ടിയുടെ നയം തീരുമാനിക്കാൻ പാടുള്ളൂ. പാർട്ടി നേതൃത്വത്തിന്റെ നിലപാടുകളിൽ പ്രതിഷേധിച്ച VD സതീശൻ UDF-ൽ നിന്ന് വിട്ടുനിന്നു. ഹൈക്കമാൻഡിനെ പരാതി അറിയിക്കാൻ മുരളീധരൻ മറ്റന്നാൾ ദില്ലിക്ക് പോകും. MR സജേഷ്, തിരുവനന്തപുരം. സഹകരണ പ്രസ്ഥാനങ്ങളെ തകർക്കാനുള്ള നീക്കത്തിനെതിരെ LDF-ന്റെ രാപ്പകൽ സമരം. നവംബർ 24-ന് പഞ്ചായത്ത് കേന്ദ്രങ്ങളിലാണ് സത്യാഗ്രഹ സമരം നടക്കുക. LDF കൺവീനർ വൈക്കം വിശ്വനാണ് ഇക്കാര്യം അറിയിച്ചത്. ദിവസത്തിൽ 2500 രൂപ മാത്രം ATM-ൽ നിന്ന് പിൻവലിക്കാൻ ആകൂ എന്ന ഉത്തരവിൽ ഉടൻ മാറ്റമുണ്ടാകില്ലെന്ന് RBI. ATM പുനഃക്രമീകരണം എത്രയും വേഗം പൂർത്തിയാക്കണമെന്ന് ബാങ്കുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും റിസർവ് ബാങ്ക് വ്യക്തമാക്കി. അതേസമയം കർഷകർക്ക് വിത്ത് വാങ്ങാൻ പഴയ നോട്ടുകൾ ഉപയോഗിക്കാമെന്ന് ധനമന്ത്രാലയം അറിയിച്ചു. ഓവർഡ്രാഫ്റ്റ്, ക്രെഡിറ്റ്, കറന്റ് അക്കൗണ്ടിൽ നിന്ന് ആഴ്ചയിൽ 50,000 രൂപ പിൻവലിക്കാമെന്ന് RBI ഉത്തരവിറക്കി. രാജ്യത്തെ 2.5 ലക്ഷത്തോളമുള്ള ATM-കളിൽ പുതിയ നോട്ടുകളുടെ പുനഃക്രമീകരണം പൂർത്തിയായി വരികയാണെന്നാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അറിയിച്ചത്. സാങ്കേതിക ക്രമീകരണം പൂർത്തിയായ ATM-കളിൽ നിന്ന് ദിവസേന 2500 രൂപ വരെ പിൻവലിക്കാം. പുനഃക്രമീകരണം നടത്താത്ത ATM-കളിൽ നിന്ന് 2000 രൂപ മാത്രമേ പിൻവലിക്കാനാകൂ. ഈ നിയന്ത്രണത്തിൽ ഉടൻ മാറ്റമുണ്ടാകില്ലെന്ന് റിസർവ് ബാങ്ക് വ്യക്തമാക്കി. അതേസമയം ഓവർഡ്രാഫ്റ്റ്, ക്യാഷ്, ക്രെഡിറ്റ്, കറന്റ് അക്കൗണ്ടുകളിൽ നിന്ന് ആഴ്ചയിൽ 50,000 രൂപ വരെ പിൻവലിക്കാമെന്നും റിസർവ് ബാങ്ക് അറിയിച്ചു. 3 മാസമെങ്കിലും ഇടപാടുകൾ നടന്നിട്ടുള്ള അക്കൗണ്ടുകൾക്കാണ് ഈ ഇളവ് ബാധകമാകുക. ചെറുകിട ബിസിനസ്സുകാർക്ക് ഇത് ഗുണം ചെയ്യുമെന്ന് ധനമന്ത്രാലയവും അഭിപ്രായപ്പെട്ടു. കേന്ദ്ര സംസ്ഥാന സർക്കാർ സ്ഥാപനങ്ങൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ നിന്ന് വിത്ത് വാങ്ങാൻ കർഷകർക്ക് അസാധുവായ 500 രൂപ നോട്ടുകൾ ഉപയോഗിക്കാമെന്ന് ധനമന്ത്രാലയവും അറിയിച്ചു. നേരത്തെ കാർഷിക വായ്പ ലഭിച്ച കർഷകർക്ക് വായ്പാ തുകയിൽ നിന്ന് ആഴ്ചയിൽ 25,000 രൂപ പിൻവലിക്കാൻ അനുവാദം നൽകിയിരുന്നു. ബാങ്കുകളിൽ നേരിട്ടെത്തി പണം മാറുന്നതിനുള്ള തിരക്കിന് ചെറിയ കുറവുണ്ടായിരുന്നെങ്കിലും ATM-കൾക്ക് മുന്നിലെ കഷ്ടതകൾക്ക് രാജ്യത്ത് യാതൊരു കുറവുമില്ലായിരുന്നു. ക്യാമറമാൻ ഗോപി കടവല്ലൂരിനൊപ്പം മനുശങ്കർ, ന്യൂസ് ബ്യൂറോ, ദില്ലി. സഹകരണ സ്ഥാപനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിൽ പ്രതിഷേധിച്ച് വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വ്യാപകമായി സമരത്തിലേക്ക്. സംസ്ഥാനതല ഉദ്ഘാടനം നാളെ വയനാട് ജില്ലയിൽ നടക്കും. നാളെ വയനാട്ടിൽ കടകൾ അടച്ചിടുമെന്ന് ജനറൽ സെക്രട്ടറി ജോബി വി ചുങ്കത്ത് പറഞ്ഞു. സൊസൈറ്റി തലത്തിലുള്ള പ്രവർത്തനങ്ങളിൽ സുതാര്യത കൈവരുത്തിക്കൊണ്ട് ജനങ്ങൾക്ക് വേണ്ട ഉപകാരപ്രദമായ കാര്യങ്ങൾ അവിടെ ലഭിക്കാവുന്ന സാഹചര്യം നിലനിൽക്കണം. കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഇതൊരു ശക്തമായ സമരവുമായി മുന്നോട്ട് പോകാനായിട്ട്, കടകൾ അടച്ചിട്ടുകൊണ്ടുള്ള സമരമല്ല, മറിച്ച് കേന്ദ്ര ഗവൺമെൻറ് ഓഫീസുകളുടെ മുന്നിലേക്കും മറ്റും അടുത്ത വെള്ളിയാഴ്ചക്കകം എല്ലാ ജില്ലകളിലും യോഗങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് വ്യാപാരികൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ, സമൂഹത്തിന് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്, ചെയ്യാൻ കഴിയാത്തതിലുള്ള ബുദ്ധിമുട്ടുകൾ അവരെ അറിയിച്ചുകൊണ്ടുള്ള ഒരു സമര പരിപാടി എല്ലാ ജില്ലകളിലും നാളെ മുതൽ നടക്കുക. കണ്ണൂരിൽ അക്രമകാരികൾക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ബോംബ് നിർമ്മാണവും ആയുധശേഖരവും തടയാൻ ശക്തമായ നടപടിയെടുക്കുമെന്ന് സർവകക്ഷി യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി പറഞ്ഞു. പ്രതികളെ മോചിപ്പിക്കാൻ സമ്മർദ്ദം ചെലുത്തുന്നത് അവസാനിപ്പിക്കാനും പ്രാദേശിക പ്രശ്നങ്ങൾ പ്രാദേശികമായി തന്നെ പരിഹരിക്കാനും സർവകക്ഷി യോഗത്തിൽ ധാരണയായി. കണ്ണൂരിൽ അക്രമങ്ങൾ അവസാനിപ്പിച്ച് ശാശ്വതമായ സമാധാനം പുനഃസ്ഥാപിക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ സർവകക്ഷി യോഗം ചേർന്നത്. അക്രമകാരികൾക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്ന് യോഗശേഷം മുഖ്യമന്ത്രി പറഞ്ഞു. പോലീസ് കുറ്റവാളികൾക്കെതിരെ മുഖം നോക്കാതെയുള്ള നടപടി സ്വീകരിക്കുന്നുണ്ട്. അത് കൂടുതൽ ശക്തമാക്കണം. ആയുധ നിർമ്മാണവും ബോംബ് നിർമ്മാണവും കണ്ടെത്താനുള്ള കൂടുതൽ തീവ്രമായ നടപടികൾ പോലീസ് സ്വീകരിക്കും. വീടുകളും പാർട്ടി ഓഫീസുകളും ആക്രമിക്കുന്ന നില ഒരു കാരണവശാലും അംഗീകരിക്കാൻ പാടില്ല എന്ന് എല്ലാ കക്ഷികളും കൂടി തീരുമാനിച്ചിട്ടുണ്ട്. അറസ്റ്റ് ചെയ്ത പ്രതികളെ മോചിപ്പിക്കാനായി രാഷ്ട്രീയ പാർട്ടികൾ സമ്മർദ്ദം ചെലുത്തുന്നത് അവസാനിപ്പിക്കണമെന്നും ആരാധനാലയങ്ങൾ ചിലർ കൈയടക്കി വെക്കുന്ന അവസ്ഥ മാറണമെന്നും യോഗത്തിൽ അഭിപ്രായമുയർന്നു. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തുടർന്നും ഉഭയകക്ഷി ചർച്ചകൾ നടത്താനും പ്രാദേശിക പ്രശ്നങ്ങൾ പരിഹരിക്കാനായി ചർച്ച നടത്താൻ പ്രാദേശികാടിസ്ഥാനത്തിൽ സംവിധാനമൊരുക്കാനും യോഗത്തിൽ ധാരണയായി. സർവകക്ഷി യോഗത്തിന്റെ തീരുമാനം ഉൾക്കൊള്ളാതെ പ്രവർത്തകർ അക്രമ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടാൽ അവരെ പാർട്ടികൾ തള്ളിപ്പറയാനും സർവകക്ഷി യോഗം തീരുമാനിച്ചു. ഇതോടെ കണ്ണൂരിലെ സംഘർഷാവസ്ഥയ്ക്ക് അവസാനമാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി മുഖ്യമന്ത്രി പറഞ്ഞു.
മന്ത്രിമാരായ കടന്നപ്പള്ളി രാമചന്ദ്രൻ, കെ ശൈലജ, പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല തുടങ്ങിയവരും എല്ലാ രാഷ്ട്രീയ കക്ഷി നേതാക്കളും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു. ജിതിൻ ചന്ദ്രൻ, തിരുവനന്തപുരം. തിരികെ വാർത്തകളിലേക്ക്. മന്ത്രിയാകാനുള്ള തിരക്കുകൾക്കിടയിലും ഇന്നും മണിയാശാൻ ജനങ്ങൾക്കൊപ്പമായിരുന്നു. ജില്ലയിൽ 10 പരിപാടികളിലാണ് മണിയാശാൻ ഇന്ന് പങ്കെടുത്തത്. എം മണിയെ നിയുക്ത മന്ത്രിയായി പ്രഖ്യാപിച്ചതോടെ മലയോര ഗ്രാമമായ കുഞ്ചിത്തണ്ണിയിലെ ഗ്രാമവാസികൾക്ക് ആഹ്ലാദം അടക്കാനാകുന്നില്ല. തങ്ങളുടെ മണിയാശാനോട് സന്തോഷം പങ്കുവയ്ക്കാൻ ഇന്നും നിരവധി ആളുകളാണ് മണിയാശാന്റെ വീട്ടിലെത്തിയത്. മന്ത്രിയാകുന്നതിന്റെ യാതൊരു ഭാവഭേദങ്ങളും ആർക്കും മണിയാശാനിൽ കാണാനായില്ല. സാധാരണക്കാരന്റെ വിഷമങ്ങൾ ചോദിച്ചറിഞ്ഞും കേട്ടും എന്നത്തെയും പോലെ മണിയാശാൻ സജീവമായിരുന്നു. ഇടയ്ക്കെത്തിയ മാധ്യമപ്രവർത്തകരോട് തന്റെ ശൈലിയിൽ മാറ്റമില്ലെന്നും വ്യക്തമാക്കി. ഞാൻ വലിയ മഹാപാണ്ഡിത്യമുള്ള ആളൊന്നുമല്ല. പിന്നെ അനുഭവങ്ങളിൽ നിന്നും കാര്യങ്ങൾ എടുക്കുമ്പോൾ അതെങ്ങനെയാണ് എന്താണ് ഇങ്ങനെ ചിന്തിച്ചാണ് പൊതുപ്രവർത്തനം നടത്തി ഇതുവരെ പോയത്. ഞാൻ ഇനി അങ്ങനെ തന്നെ പോകും. ജനങ്ങളിൽ നിന്നും പഠിക്കും. മനസ്സിലായില്ലേ? ജനങ്ങളോട് പറയേണ്ട കാര്യം നമ്മൾ ജനങ്ങളോട് പറയും. അതിൽ നിന്നും കാര്യങ്ങൾ മനസ്സിലാക്കും. തനിക്കെതിരെ വിമർശനം ഉന്നയിച്ചവരോട് മറുപടി നൽകാനും മണിയാശാൻ മറന്നില്ല. ഞാൻ പറഞ്ഞു ആളടുത്തും പൊന്നൊരച്ചും നോക്കണമെന്നാണ് കാരണവന്മാർ പറയുന്നത്. ആളടുത്ത് എന്ന് പറഞ്ഞാൽ ഇടപെട്ട് നോക്കണം. പൊന്ന് ഒരച്ചു നോക്കിയാലല്ലേ മാറ്ററിയാൻ പറ്റൂ. അത് പണ്ട് കാരണവന്മാർ പറഞ്ഞിരിക്കുന്നതൊന്നുമില്ല. ഈ ആളടുത്തും അറിയാൻ മേലെ പൊന്നൊരച്ചു നോക്കുന്ന പോലെ ഒന്നും നോക്കാത്ത കുറേ വിഡ്ഢികൾ എന്തെങ്കിലും എല്ലാം കയറി പോകും. അതിപ്പം നമുക്ക് ആ കാര്യത്തെ പറ്റി പറയാനുള്ളത് തന്നെ അവർ പറയട്ടെ. പിന്നെ അവർ പഠിച്ചതല്ലേ പാടൂ. MLA എന്ന നിലയിൽ ഇന്ന് 10ഓളം പരിപാടികളാണ് മണിയാശാൻ ഉണ്ടായിരുന്നത്. വീട്ടിലെ തിരക്കൊഴിഞ്ഞ് മലനാടിന്റെ മണിയാശാൻ ഇന്നും സജീവമായി ജനങ്ങൾക്കിടയിൽ തന്നെയായിരുന്നു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. തലശ്ശേരിയിൽ LDF പ്രവർത്തകൻ ഫസലിനെ കൊലപ്പെടുത്തിയ കേസിൽ നിർണായക വഴിത്തിരിവ്. താൻ ഉൾപ്പെടുന്ന RSS പ്രവർത്തകരാണ് ഫസലിനെ കൊലപ്പെടുത്തിയതെന്ന് പടുവിലായി മോഹനൻ വധക്കേസിലെ പ്രതി സുബീഷ് പോലീസിന് മൊഴി നൽകി. കേസിൽ CPIM നേതാക്കൾ ഉൾപ്പെടെയുള്ളവരെ പ്രതികളാണെന്ന് CBI കണ്ടെത്തിയ കേസിലാണ് നിർണായക വഴിത്തിരിവ്. ജോഷില ചേരുകയാണ് വിവരങ്ങളുമായി. ജോഷില, വിവരങ്ങൾ. തലശ്ശേരിയിൽ LDF പ്രവർത്തകൻ ഫസൽ കൊല്ലപ്പെട്ട സംഭവത്തിൽ നിർണായക വഴിത്തിരിവാവുകയാണ് RSS പ്രവർത്തകൻ പോലീസിന് മുൻപാകെ നൽകിയ മൊഴി. ഫസൽ വധത്തിന് പിന്നിൽ RSS പ്രവർത്തകരാണെന്നും ഇരിങ്ങാലക്കുട സ്വദേശിയായ RSS പ്രവർത്തകനും RSS നേതാക്കളായ ശശിയും മനോജും താനും ഉൾപ്പെടെയാണ് ഫസൽ വധത്തിന് പിന്നിലെന്നുമാണ് മൊഴി. CPIM പടുവിലായി ലോക്കൽ കമ്മിറ്റി അംഗം മോഹനെ വെട്ടിക്കൊന്ന കേസിൽ പോലീസ് പിടിയിലായ കുപ്പി സുബീഷ് എന്നറിയപ്പെടുന്ന സുബീഷിനെ CI വേണുഗോപാലും സംഘവും ചോദ്യം ചെയ്തപ്പോഴാണ് ഫസൽ വധക്കേസിലെ ഞെട്ടിക്കുന്ന വിവരങ്ങളും സുബീഷ് പുറത്തുവിട്ടത്. SP സഞ്ജയ് ഗുരുഡിൻ മൊഴി സംബന്ധിച്ച ദൃശ്യങ്ങളും ശബ്ദരേഖകളും DGPക്കും മുഖ്യമന്ത്രിക്കും കൈമാറിയിരിക്കുകയാണ്. 2006 ഒക്ടോബർ 22 പെരുന്നാൾ തലേന്നാണ് NDF പ്രവർത്തകൻ ഫസൽ കൊല്ലപ്പെട്ടത്. ഫസൽ വധത്തിന് പിന്നിൽ RSS ആണെന്നായിരുന്നു അന്ന് NDF നേതാക്കൾ ആശുപത്രിയിൽ വെച്ച് പ്രഖ്യാപിച്ചതും. എന്നാൽ പിന്നീട് NDF CPIMന് നേരെ ആരോപണമുയർത്തി. കേസന്വേഷണം നടത്തിയവരും പിന്നീട് CBI കൊണ്ട് ഏറ്റെടുപ്പിച്ച CPIM തലശ്ശേരി ഏരിയ സെക്രട്ടറി കാരായി രാജനെയും കേസിൽ പ്രതി ചേർത്ത് ജയിലടക്കുകയാണ് ഉണ്ടായത്. പിന്നീട് ഫസലിന്റെ സഹോദരനും ബന്ധുക്കളും കൊലപാതകത്തിന് പിന്നിൽ RSS ആണെന്ന് പറയുകയുമുണ്ടായി. കേസിൽ എറണാകുളം ജില്ലയിൽ ജാമ്യത്തിൽ കഴിയുകയാണ് കാരായി രാജനും കാരായി ചന്ദ്രശേഖരനും. രാഷ്ട്രീയ ഗൂഢലക്ഷ്യത്തോടെ CPIMനെ തകർക്കാൻ ഉശിരായ സഖാക്കളെ ജയിലിലടക്കുകയാണെന്ന CPIM ആരോപണം ശരിവെക്കുകയാണ് ഈ RSS പ്രവർത്തകന്റെ മൊഴി. ഒപ്പം കേസിൽ പുതിയ വഴിത്തിരിവ് കൂടി ആവുകയാണ്. അഞ്ജു. ശരി. സോളാർ കേസിൽ ഉമ്മൻചാണ്ടി സ്റ്റേ ആവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി കോടതി തള്ളി. ഡിസംബർ 1 ഉമ്മൻചാണ്ടി കോടതിയിൽ നേരിട്ട് ഹാജരായി തെളിവുകൾ നൽകണമെന്ന് കോടതി പറഞ്ഞു. നോട്ട് പിൻവലിക്കലിനെതിരെ വിവിധ ഹൈക്കോടതികളിലുള്ള ഹർജികൾ സുപ്രീംകോടതി നേരിട്ട് പരിഗണിക്കണമെന്ന് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടു. സുപ്രീംകോടതി പരിഗണിക്കാത്ത പക്ഷം ഏതെങ്കിലും ഒരു ഹൈക്കോടതിയിൽ മാത്രമായി എല്ലാ ഹർജികളും ഒരുമിച്ച് പരിഗണിക്കണമെന്നുമാണ് കേന്ദ്രം ആവശ്യപ്പെട്ടത്. കേന്ദ്രം നൽകിയ ഹർജി സുപ്രീംകോടതി ബുധനാഴ്ച പരിഗണിക്കും. നേരത്തെ നോട്ട് പിൻവലിക്കലിനെതിരായ ഹർജികൾ റദ്ദാക്കണമെന്ന കേന്ദ്രത്തിന്റെ ആവശ്യം സുപ്രീംകോടതി തള്ളിയിരുന്നു. അതേസമയം 500, 1000 രൂപ നോട്ടുകൾ അസാധുവാക്കിയ സർക്കാർ നടപടി ഭരണഘടനാ വിരുദ്ധമെന്ന് ചൂണ്ടിക്കാട്ടിയുള്ള പൊതുതാൽപര്യ ഹർജി ദില്ലി ഹൈക്കോടതി നാളെ പരിഗണിക്കും. സന്നിധാനത്ത് പാദരക്ഷ ധരിച്ചു കയറിയെന്ന വിവാദത്തിൽ ശബരിമല സ്പെഷ്യൽ ഓഫീസർ നിർവ്യാജം ഖേദം പ്രകടിപ്പിച്ചു. സുരക്ഷയുടെ ഭാഗമായി പെട്ടെന്ന് ഓടിക്കയറിയപ്പോൾ സംഭവിച്ച പിശകാണ് എന്നാണ് വിശദീകരണം. കഴിഞ്ഞ ദിവസമായിരുന്നു സ്പെഷ്യൽ ഓഫീസറും 2 പോലീസ് ഉദ്യോഗസ്ഥരും സന്നിധാനത്ത് പാദരക്ഷ ധരിച്ച് പ്രവേശിച്ചത്.
സന്നിധാനത്ത് പാദരക്ഷകൾ ധരിച്ച് സ്പെഷ്യൽ ഓഫീസറും 2 പോലീസ് ഉദ്യോഗസ്ഥരും കയറിയ വാർത്ത വിവാദമായതിനെ തുടർന്നാണ് സ്പെഷ്യൽ ഓഫീസർ തന്നെ അതിൽ വിശദീകരണവുമായി രംഗത്തെത്തിയത്. കഴിഞ്ഞ ദിവസം സെക്യൂരിറ്റി ചെക്കിങ്ങിന്റെ ഭാഗമായി വളരെ പെട്ടെന്ന് സന്നിധാനത്തേക്ക് കയറിയപ്പോൾ സംഭവിച്ച പിശകാണെന്നും അതിൽ നിർവ്യാജം ഖേദം പ്രകടിപ്പിക്കുന്നതായും സ്പെഷ്യൽ പോലീസ് ഓഫീസർ രമേഷ് കുമാർ പറഞ്ഞു. 2 ദിവസം മുമ്പ് നമ്മൾ സെക്യൂരിറ്റി അറേഞ്ച്മെന്റിന്റെ അവലോകനത്തിനായിട്ട് പെട്ടെന്ന് കയറിയ സമയത്ത് യാദൃച്ഛികമായി ഉണ്ടായ ഒരു പിഴവാണ്. ആ പിഴവ് മൂലം ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ ഈ കേസിലെ SO എന്ന നിലയിൽ ഞാൻ നിർവ്യാജം ഖേദം പ്രകടിപ്പിക്കുകയാണ്. കഴിഞ്ഞ ദിവസമായിരുന്നു സ്പെഷ്യൽ പോലീസ് ഓഫീസർ രമേഷ് കുമാറും 2 പോലീസുകാരും പാദരക്ഷകൾ ധരിച്ച സന്നിധാനത്ത് കയറിയത്. ഇത് വിവാദമാവുകയും വലിയ വാർത്തയാവുകയും ചെയ്തിരുന്നു. ന്യൂസ് ബ്യൂറോ, സന്നിധാനം.